നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി പ്രവാസികളെയൊക്കെ തട്ടിപ്പിന് ഇരയാക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വരികയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഹൈടെക് ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം AI ശബ്ദമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള പുതിയ തട്ടിപ്പൊക്കെ വരുന്നത്. ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ വരുന്നത്? ഇപ്പം ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വിസ പുതുക്കൽ നടപടി, പ്രവാസികളുടെ വിസ പുതുക്കാനുള്ള സിസ്റ്റം ഇപ്പോൾ ഈ ഓൺലൈൻ സംവിധാനമാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിരന്തരമായിട്ട് നിരവധി പ്രവാസികളെ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുകാർ അതും AI-ൻ്റെ സഹായത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉപഭോക്താക്കൾ തന്നെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കണമെന്നും ഇത്തരത്തിൽ ഓൺലൈനിലൊക്കെ വിസ പുതുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാസികളാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാവുന്നത്. അത് ഒരു പ്രവാസിയാകുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പല പ്രവാസ ലോകത്തേക്ക് പോകാൻ സ്വപ്നം കാണുന്ന ഒരു തട്ടിപ്പിന് ഇരയാകുന്ന കഴിഞ്ഞ ദിവസവും വിസ തട്ടിപ്പിൻ്റെ പേരിൽ ഏകദേശം 8 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതിൻ്റെ പേരിൽ 2 പേരെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വിസ തട്ടിപ്പുകാർ പല രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പണ്ട് കാലത്തൊക്കെ പലർക്കും ജോലി വാഗ്ദാനം ചെയ്ത് കയറ്റിവിടാം, അവിടെ അറിയുന്ന ആളുകളുണ്ട്, അവിടെ നല്ല ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദുബായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പ്രവാസ ജീവിതം ഓഫർ ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ വിസ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറി, കൂടുതൽ അഡ്വാൻസ്ഡായി ടെക്നോളജി വളരുന്നതിനനുസരിച്ച് തട്ടിപ്പിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം പ്രധാനമായിട്ടും ഈ അടുത്ത് 2-3 മാസങ്ങൾക്ക് മുമ്പാണ് പ്രവാസികളുടെ വിസ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AI-യുടെ സഹായത്തോടെ ഓൺലൈനായിട്ട് വിസ പുതുക്കാനുള്ള ഒരു സാഹചര്യം UAE ഒരുക്കുന്നത്. അതൊരു തരത്തിൽ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പ്രവാസി എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു നാട്ടിൽ പോയി നിൽക്കുകയാണ്, ഭാഷ പോലും അറിയാത്തൊരു നാട്ടിൽ പോയി നിൽക്കുമ്പം അവിടെ കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ ഈ സംവിധാനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ടും വളരെ പുറത്തൊന്നും പോവേണ്ടതില്ല. ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് എക്സ്പെൻസ്, അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ ഭയങ്കര കൂടുതലുള്ള സ്ഥലം. അപ്പം അവിടെ ഉള്ള പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇപ്പം AI-ൻ്റെ സഹായത്തോടെ അല്ല, ഓൺലൈൻ വഴി വിസ പുതുക്കാം എന്നുള്ളത്. പക്ഷേ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു വിഭാഗം ഈ ഹാക്കേഴ്സിനെ പോലെയുള്ള ഒരു വിഭാഗം AI-ൻ്റെ സഹായത്തോടെ ഇത്തരത്തിലുള്ള സൈറ്റുകളെ ഹാക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈറ്റുകൾ വ്യാജമായി നിർമ്മിക്കുകയാണ്. പ്രത്യക്ഷത്തിലും നമ്മളിപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർക്കാരിൻ്റെ ഒരു സൈറ്റ് സെർച്ച് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സൈറ്റ് എങ്ങനെയാണോ അതേപോലുള്ള സൈറ്റുകളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇതിന് ഹെൽപ്പ് വരുന്നതെന്ന് പറയുന്നത് AI-യുടെ സഹായമാണ്. AI-യുടെ വോയിസ് ആണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. അപ്പം AI-യുടെ സഹായത്തോടെ വോയിസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പം നോർമൽ ഒരു വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് UAE-യിലെ വിസ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ പോലെ തന്നെ തോന്നിപ്പിക്കുകയാണ്. അപ്പം മനസ്സിലാകുന്നില്ല, ചെന്നുപെടുന്നത് വ്യാജമായിട്ടുള്ള സൈറ്റിലേക്കാണ് എന്നുള്ളത്. അപ്പം അതുവഴി നിരവധി ഒന്നാമത്തെ കാര്യം, ഈ എബ്രോഡ് എന്ന് പറയുന്നത് ലീഗലി കുറച്ചുകൂടെയും അവർ ഒരു സെക്യൂരിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നാടാണ്. ചെറിയൊരു തെറ്റിന് പോലും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വേണ്ടുന്ന നടപടികളൊക്കെ ദുബായിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് നമുക്കറിയാലോ. അതുകൊണ്ട് അവിടത്തുകാർക്ക്, ഒരു പ്രവാസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് വിസ. അപ്പം അതിൻ്റെ പേരിൽ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രവാസി അവിടെ ഒരു കുറ്റക്കാരനായി മാറുകയാണ്. ഇപ്പം തട്ടിപ്പിന് ഇരയായത് കൊണ്ടാണ് വിസ പുതുക്കാത്തത് എന്നുള്ളത് അത് രണ്ടാമത്തെ ഓപ്ഷനായിട്ടേ വരുള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് അവിടെ തുടരാനുള്ള അവകാശം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പം തട്ടിപ്പിന് ഇരയാവുന്നതിനേക്കാളും വലിയൊരു കുറ്റവാളിയായി മാറാൻ വരെ ഈ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആരാണ് ഈ വിസ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ AI ഉപയോഗിച്ച് ഈ ഒരു സംഘം പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടെത്തുന്നവരെങ്കിലും
പ്രവാസികൾ കുറച്ചുകൂടിയും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. AI ഡീപ് ഫേക്കിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡീപ് ഫേക്ക് നമുക്കറിയാം, ഇപ്പം നിലവിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ. AI എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ലെവൽ ആണെങ്കിൽ പോലും ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ കൂടിയിട്ടുണ്ട്. നിരവധി സിനിമ നടിമാരുടെയൊക്കെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ, അത് അവരാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോസൊക്കെ പുറത്തുവിടാൻ AI ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാജമായിട്ടുള്ള ഇത്തരത്തിലുള്ള പല സർട്ടിഫിക്കറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ AIകൾ ഉപയോഗിച്ച് വരികയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം വ്യാജ സർക്കാർ പോർട്ടലുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ AIനെ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഇത്തരത്തിൽ പോർട്ടലുകൾ നിർമ്മിച്ചിട്ട് ഇമെയിൽ വഴി, ഇപ്പം ഒരു പോർട്ടലിൽ നമ്മളൊരു കാര്യം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഇമെയിൽ ID നിർബന്ധമാണ്. ആ ഇമെയിൽ വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസ്യത ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെബ്സൈറ്റ് ആണോ, ആ കമ്പനിയുടെ വെബ്സൈറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതുവഴി ഫോൺ നമ്പർ ഇല്ല എങ്കിൽ പോലും നമുക്കൊരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും ആക്സസ് ആയി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു മനുഷ്യന്റെ പ്രത്യേകിച്ച് ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇമെയിൽ ID എന്ന് പറയുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മൊത്തം അവരുടെ പേഴ്സണൽ ഡീറ്റാസ് വരെ ആക്സസ് ചെയ്യാൻ ഈ ഇമെയിലും കഴിയും. അപ്പം ഇത്തരത്തിൽ ഇമെയിലുകളെയാണ് ഓരോരുത്തരെയും പറ്റിച്ചു കൊണ്ടിട്ട് ഈ സംഘം കൈക്കലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇമെയിൽ കിട്ടുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പം ഒരാളുടെ ആധാർ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടി. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇമെയിൽ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവരുടെ ഡാറ്റാസ് മൊത്തം കിട്ടും. അതുവഴി അവരെ ഭീഷണിപ്പെടുത്താം, അല്ലെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ ഇത് പറഞ്ഞ് ചൂഷണം ചെയ്ത്, അതായത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ തുടരുന്നതെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്തിട്ട് അവർക്ക് പിന്നീട് പല തെറ്റുകളിലേക്കും പോകാനുള്ള നിർബന്ധിക്കപ്പെട്ടേക്കാം ഇത്തരത്തിലൊരു അപകടത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഒമാനിൽ നിന്ന് MDMA-യുമായിട്ട് വന്ന ആളെ പിടികൂടുന്നത് ഇവിടെ കേരളത്തിലെ തൃശ്ശൂർ വെച്ചിട്ടാണ്, തിരൂര് വെച്ചിട്ട്. അപ്പം നോക്കണം, നമുക്കറിയാം വിമാനത്താവളത്തിൽ എത്രമാത്രം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത്. ആ സെക്യൂരിറ്റി സംവിധാനങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ്, ഒരു മലയാളിയാണ് എന്ന് പറയുന്നതിൽ അപമാനം തന്നെയാണ്, പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അതാണ് വാസ്തവം. മലയാളികൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ, സിനിമാ സെറ്റിലെ നടിമാർക്ക് വരെ ഇത്തരത്തിൽ ഉള്ള എബ്രോഡുള്ള ലഹരി വസ്തുക്കളാണ് വേണ്ടത്. അതിന് വീര്യം കൂടുതലാണ്, അതിന് ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒമാൻ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് ഈ ലഹരി വസ്തുക്കൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇവിടെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അയാള് വിസിറ്റിംഗ് വിസയിൽ പോയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്ന കാര്യമാണ്. നിയമപരമായിട്ട് അവിടെയാണെങ്കിലും, അതായത് എബ്രോഡ് ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നിയമപരമായിട്ട് ലഹരി വസ്തുക്കൾ വിൽക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം അത്തരത്തിലെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡീലേഴ്സ് കുറവാണ്. ഇത് വിൽക്കാനും അതിന് നിൽക്കാനും അത് ഇത്തരത്തിൽ മറ്റു രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഡീലേഴ്സ് കുറവാണ്. അപ്പം അത്തരത്തിലുള്ള ഡീലേഴ്സിൻ്റെ പരിമിതികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സാഹചര്യത്തെ മുതലെടുക്കാം. അതായത് ഇപ്പോൾ ഒരാളെ പറ്റിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ തട്ടിപ്പിന്റെ പേരിൽ പറ്റിച്ചു, നിങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ താമസിക്കുന്നത്, ഇത് പുറത്തറിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ലഹരി വസ്തു തിരിച്ച് നാട്ടിലെത്തിക്കുകയാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല എങ്കിൽ പോലും ചെയ്യേണ്ടി വരും, പേടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ നിരവധി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഒരു നിസാരമായിട്ടുള്ള ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ UAE-ലെ അധികൃതർക്കും അതിനെക്കുറിച്ച് ഒരു പേടിയുണ്ട്. കാരണം അത്രയും സെക്യൂർ ആയിട്ടാണ് അവരൊരു സൈറ്റ് നിർമ്മിക്കുന്നത്. അതും സർക്കാരിന്റെ സൈറ്റ് നിർമ്മിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി സെക്യൂരിറ്റി കൂടുതലുള്ള സംഭവമായിരിക്കും. അതിനെ പോലും പറ്റിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അതിന് AI പോലുള്ള സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സലാമ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ? സലാമ എന്ന് പറയുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈനായിട്ടാണ് ഇനി മുതൽ അവിടെ വിസ സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ വിസ എടുക്കാനും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കിയത്. UAE സർക്കാർ അവിടുത്തെ പ്രവാസികൾക്കും കൂടുതൽ UAE-യിലേക്ക് വരണം എന്നുള്ളത്
അവിടുത്തെ ആളുകൾക്കും ഉള്ള ഒരു ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ എന്ന് പറയുന്നത് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ക്രിയേറ്റിവിറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ് എന്ന് പഠനങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ UAE-യിലുള്ള ആളുകളും അത് വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് UAE-യിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ തൊഴിലാളികളെ കുറയ്ക്കാൻ പോവുകയാണ്. കാരണം പാകിസ്ഥാനിലുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നത് അവർ കുറച്ചുകൂടി ഫിസിക്കലി ഓക്കെയാണ്, അവർക്ക് കായികപരമായിട്ടുള്ള ജോലിയിലേക്ക് അവർ വില്ലിങ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ UAE-യിലെ സർക്കാരിന് വേണ്ടത് കുറച്ചുകൂടി ക്രിയേറ്റീവ് പരമായിട്ട് ടെക്നോളജിയിൽ ഡെവലപ്പ് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. അപ്പം ഇന്ത്യയിലെ ആളുകൾ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കൊക്കെ എത്തുന്ന പ്രവാസികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രവാസികളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ കൂടുതൽ രാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് UAE-നെ സംബന്ധിച്ചൊരു വലിയൊരു കടമ്പയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ തന്നെ വളർച്ചയ്ക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സാമ്പത്തികപരമായിട്ട് രാജ്യത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം അത്തരത്തില് മറ്റ് പ്രവാസികളെ, ഇന്ത്യൻ പ്രവാസികൾ ഉൾപ്പെടെ UAE-യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് UAE സർക്കാർ എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ വിസ അപ്ഡേറ്റുകൾ കൂടുതലായിട്ട് ഓൺലൈൻ വഴി ചെയ്യുക എന്നുള്ളത്. അതിന് ഇട്ടിരിക്കുന്ന പേരാണ് ഈ സലാമ സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവർ വിസയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ. ഏകദേശം ഗോൾഡൻ വിസയൊക്കെ 10 വർഷത്തിൽ കൂടുതലാക്കി എന്നുള്ള റിപ്പോർട്ടൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിരുന്നു. അപ്പം ഈ ഒരു സിസ്റ്റത്തെയാണ് ഇപ്പം പലരും ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറ്റിക്കപ്പെടുക എന്ന് പറയുമ്പം പ്രധാനമായിട്ടും അതിൽ പെട്ടുപോകുന്നത് പ്രവാസികളാണെന്ന് പറയേണ്ടി വരും. കാരണം ജോലി തേടി സ്വന്തം നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഒരു പ്രവാസ ലോകത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരു ആളുകളാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് തന്നെയാണ്. നാട്ടിൽ എന്ത് ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, പുറത്തു പോയി രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വാസം. അത് ശരിയോ തെറ്റോ, പക്ഷെ ആ ഒരു വിശ്വാസത്തിൽ മാത്രം ഇപ്പം ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്താലും സമ്പാദിക്കുന്നത് പണം തന്നെയാണ്, ആ നാട്ടിൽ ജോലി ചെയ്താലും സമ്പാദിക്കുന്നത് പണം തന്നെയാണ്. എങ്കിൽ പോലും അവിടുത്തെ പൈസയുടെ മൂല്യം കുറച്ച് കൂടുതലായതുകൊണ്ട് അത് തിരികെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് സമ്പാദ്യം കൂടുതലായി തോന്നും എന്നുള്ളതൊക്കെയാണ് പലരും കരുതുന്നത്. സംഭവം അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു തരത്തിലാണെങ്കിലും അല്ല എന്നും കൂടെ പറയേണ്ടി വരും. കാരണം നമ്മൾ സ്വന്തം നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. പുറം നാട്ടിൽ പോകുമ്പം അവരാദ്യം ചെയ്യുന്നത് എന്തായാലും വന്നു വിദേശിയായി ഇവിടെ ജോലി ചെയ്യുക, ആ പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക. അതായത് സേവിങ്സ് കൂടി. സ്വാഭാവികമായിട്ടും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ എന്നുള്ളൊരു മനോഭാവം ആളുകളിലേക്ക് വരികയും അതുവഴി സേവിങ്സ് കൂടും. അങ്ങനെയാണ് ശരിക്കും ഒരു വിദേശികൾ ക്ലിക്ക് ആവുന്നത് അല്ലെങ്കിൽ സക്സസ് ആവുന്നത് എന്ന് വേണം പറയാൻ. അപ്പം അത്തരത്തിൽ ഓരോ വിദേശികൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പം പ്രധാനമായിട്ടും പലരും ജോലി അന്വേഷിക്കുന്നത് ഒന്നുകിൽ ഒരു ഏജൻസി വഴി, അല്ല എങ്കിൽ പേപ്പറുകളിൽ ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ വരുമല്ലോ, അത്തരത്തിലാണ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ പോകുന്നത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. കാരണം പല UAE-യിലെ പല സ്ഥലങ്ങളിലും ജോലി എന്ന് പറയുന്നത് അവിടെ വേക്കൻസീസ് ഉണ്ടാവും. അവരെ ഒഫീഷ്യൽ പോർട്ടലിൽ വേക്കൻസീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തൊഴിലാളിയും ഈ കമ്പനിയും നേരിട്ട് നടത്തുന്ന ഡീലിങ്സ് ആണ്. പക്ഷേ ആദ്യമായിട്ട് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് അറിഞ്ഞൂടാ ഇത് ഈ കമ്പനിയും തൊഴിലാളിയും നേരിട്ട് നടത്തുന്ന ഡീലിങ്സ് ആണ്. ഇവർ വിചാരിക്കും ഇവർക്കൊരു മീഡിയേറ്റർ വേണം. അത്തരത്തിൽ ഒരു മീഡിയേറ്റർ ഉണ്ടാകുന്നു. ആ മീഡിയേറ്റർ വലിയ തുക, ഇപ്പം കമ്പനി പോലും ചോദിക്കാത്ത തുകയൊക്കെ വാങ്ങിച്ചിട്ടാണ് പല മലയാളികളും ജോലി തേടി പോകുന്നത്. അപ്പം അതൊരു വലിയൊരു മണ്ടത്തരമാണ്. കാരണം ജോലി തേടി പോകുമ്പം ഇതിൻ്റെ ഇടയിൽ ഒരാൾ ഉണ്ടാവണം എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പം നമ്മളൊരു ജോലി തേടുമ്പം അതിനാദ്യം എന്താണ് ഇതിൻ്റെ ആ നാട്ടിലുള്ള റിയൽ പ്രോസസ്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേപ്പറുകൾ ഇത്തരത്തിൽ പല പരസ്യങ്ങളും വരും. പക്ഷേ പേപ്പറിൽ വരുന്ന പരസ്യങ്ങളെല്ലാം സത്യമാകണമെന്നില്ല, നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് പത്രമാധ്യമങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ അവർക്ക് നേരിട്ട് ഉത്തരവാദിത്തമൊന്നും ഉണ്ടായിരിക്കില്ല. അത്തരത്തിലൊരു ലേബൽ കൂടെ വരുമ്പോൾ ആ ഒരു അതോറിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ആള് ദുബായിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു ഏജൻസി വഴിയാണ് പോയത്. പറ്റിക്കപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്
ഞാൻ അവിടെ പോകുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ ഒരു മീഡിയേറ്റർ വേണ്ട എന്നുള്ളത്. നല്ലൊരു കമ്പനിയിലാണ് ആൾ ജോലി ചെയ്യുന്നത്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ആൾ ഇവിടുന്ന് പോകുമ്പോൾ വലിയൊരു തുക ഈ ഏജൻസിക്ക് കൊടുത്തിട്ടാണ് പോയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഏജൻസി ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ഒരു വേക്കൻസീസ് മനസ്സിലാക്കുന്നു, അതിനെ മുതലെടുത്തുകൊണ്ട് വലിയൊരു തുക വേണമെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ജോലിക്ക് ഇപ്പം ആൾക്ക് വേണമെങ്കിൽ അവിടെ വേക്കൻസീസ് ഉണ്ടാകുമ്പോൾ നാട്ടിൽ പറഞ്ഞേടാ ഇവിടെ ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, വേണമെങ്കിൽ അപ്ലൈ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാമായിരുന്നു, പക്ഷെ ഇവര് ഏജന്റ് പോലെ അപ്ലൈ ചെയ്യിപ്പിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ നിൽക്കുന്ന പല ഏജന്റുമാരും ജോലി പറയുന്നത് വേറെയും ചെയ്യിക്കുന്നത് വേറെയും എന്നുള്ളതും ഉണ്ട്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഓരോ മലയാളികൾ എന്ന് പറയും, നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളികളെ പ്രത്യേകം പറയുന്നു എന്നുള്ളൂ. എങ്കിൽ പോലും പ്രവാസികളായിട്ടുള്ള ഓരോ ആളുകളും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമവശങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്താണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ അറിയണം. ഇതിപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിസ്സാരമായി തോന്നുന്ന ചില വിഷയങ്ങളായിരിക്കും അവിടെ വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. കാരണം അവിടുത്തെ നിയമം കുറച്ചുകൂടിയും ശക്തമായിരിക്കാം. അതിൻ്റെ പോലെ തന്നെയാണ് ഈ ഇന്റർനെറ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ. ഈ വാട്സപ്പിലൊന്നും അവിടെ കോൾ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നിയമപരമായിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇന്റർനെറ്റ് സംവിധാനവും ഈ വിസ പുതുക്കുന്ന നടപടിയൊക്കെ. വിസ പുതുക്കൽ നടപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓൺലൈൻ വഴി ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് യുടെ സർക്കാർ സൈറ്റ് വഴി തന്നെയാണ് എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് ഉദ്യോഗസ്ഥരും പറയുന്നത്. അവിടുത്തെ സൈറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ചില സംഘടനകൾ, ചില സംഘങ്ങൾ ചില ഭാഗത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ സൈറ്റ് അത് ഉപയോഗിക്കാതിരിക്കാൻ ഓരോ പ്രവാസികളും മുൻകരുതൽ എടുക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.